കണ്ണൂർ നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 42 ഗ്രാം MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. തില്ലേരി സ്വദേശി ലുക്മാൻ മസൂറാണ് അറസ്റ്റിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? കൃഷ്ണേന്ദു, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് എക്സൈസ് ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇതിലാണ് കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ചുള്ള വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ ഒരു കണ്ണിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തില്ലേരി സ്വദേശി CH ലുക്മാൻ മസ്റൂൾ എന്നയാളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 42 ഗ്രാം MDMA പിടികൂടി. എക്സൈസ് IB അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ഷജിത്തിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് നടന്നിട്ടുള്ളത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ മയക്കുമരുന്ന് പിന്നീട് പിടികൂടിയത്. കണ്ണൂർ പ്രഭാത്, പയ്യാമ്പലം, കാനത്തൂർ, തില്ലേരി എന്നീ ഭാഗങ്ങളിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. ഇതിൽ തില്ലേരി ഭാഗത്ത് നിന്നാണ് ഈ ലുക്മാനെ മയക്കുമരുന്ന് സഹിതം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. MDMA ചില്ലറയായി തൂക്കി വിൽക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഈ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. അതായത് വൻതോതിൽ ഈ പ്രതി മയക്കുമരുന്ന് ശേഖരിക്കുകയും അത് ചില്ലറയായി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ പ്രതി എന്ന് തന്നെയാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷജിത്ത്, PC പ്രഭുനാഥ്, പ്രിവന്റീവ് ഓഫീസർ VV സനൂപ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PT ശരത്, VV ശ്രീജിൻ, അശ്വതി എന്നിവരും ഈ മയക്കുമരുന്ന് വേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വൻതോതിൽ മയക്കുമരുന്ന് കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് ഈ പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ ഫോൺ കേന്ദ്രീകരിച്ചും ആർക്കൊക്കെയാണ് ഈ പ്രതി മയക്കുമരുന്ന് വിതരണം ചെയ്തിട്ടുള്ളത്, അതോടൊപ്പം തന്നെ എവിടെ നിന്ന് ഇത്രയും അധികം മയക്കുമരുന്ന് കൊണ്ടുവരുന്ന സംഘത്തിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. പ്രതിയെ കൂടുതലായി ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഓണം പ്രമാണിച്ച് വൻതോതിൽ ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവും എക്സൈസ് പ്ലാൻ ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഈ റെയ്ഡ് നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എക്സൈസ് ജില്ലയിൽ എങ്ങും പരിശോധന കർശനമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ടെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. കൺട്രോൾ റൂം അടക്കം തുറന്നാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിനായി എക്സൈസ് ഒരുങ്ങിയിട്ടുള്ളത്. ഈ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് എക്സൈസിനെ അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇങ്ങനെ അറിയിക്കുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ഓണം വിപണി ലക്ഷ്യമിട്ട് ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ വൻതോതിൽ മയക്കുമരുന്ന് എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഒരു റിപ്പോർട്ടുള്ളത്. അപ്പോൾ പോലീസും എക്സൈസും ഒക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി നിൽക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശക്തമായ റെയ്ഡുകളൊക്കെ നടന്നു വരുന്നത്. കൃഷ്ണേന്ദു.